അധ്യായം 6. അടിയന്തരാവസ്ഥ. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ സന്ധ്യാനാമ കീർത്തനങ്ങളും മണിമുഴക്കങ്ങളും തിരുനക്കര മൈതാനത്ത് തണൽ വിരിച്ചു നിൽക്കുന്ന ആൽമരച്ചില്ലകളിലെ പക്ഷിക്കൂട്ടങ്ങളുടെ കളകളാരവങ്ങളിൽ ലയിച്ചു. മരത്തിന്റെ ചില്ലകൾ നിറയെ പക്ഷിക്കുടുംബങ്ങളാണ്. രാവിലെ ആഹാരം തേടി പറന്നവരൊക്കെ തിരിച്ചു വന്ന് അവരവരുടെ കൂടുകളിൽ ബഹളം വയ്ക്കുകയാണ്. അതേ മരച്ചുവട്ടിൽ വിശന്ന് ഒട്ടിപ്പോയ വയറുമായി തളർന്നുറങ്ങിപ്പോയ രണ്ട് അനാഥ കുട്ടികളെ വിശപ്പിന്റെ വിളിയും കിളികളുടെ കലപിലയും വല്ലാതെ ശല്യപ്പെടുത്തി. ഞാൻ ഒരുവിധം എഴുന്നേറ്റിരുന്ന് ഹമീദിനെ വിളിക്കാൻ തിരിഞ്ഞപ്പോൾ അവൻ ചമ്രം പടിഞ്ഞ് അന്തം വിട്ടിരിക്കുന്നു. ഒരു പേടി കിട്ടിയ പോലെ ഹമീദിന്റെ കണ്ണുകൾ തുറിച്ചിരുന്നു. അവന്റെ കണ്ണുകളിലൂടെ അവൻ ഒന്നും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു വേവലാതി ഉണ്ടായി. ഞാൻ അവന്റെ തോളിൽ കൈവച്ചു. അവനൊന്ന് ഞെട്ടിവിറച്ചു. എന്താടാ, എന്തു പറ്റി? നീ ആകെ വല്ലാതെ. ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടു പേടിച്ചോ? ഞാൻ ആവലാതിയോടെ ചോദിച്ചു. അവൻ പതുക്കെ സുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തോന്നി. ഒരു സ്വപ്നം കണ്ടു. പേടിച്ചെഴുന്നേറ്റ് പോയി. അതൊരു പക്ഷേ സത്യമായേക്കാം. ഹമീദിന്റെ ചിലമ്പിച്ച ശബ്ദം വല്ലാതെ വിറച്ചു. എന്തായാലും സ്വപ്നമല്ലേ, നീ ഇങ്ങനെ പേടിക്കല്ലേ. എനിക്കും നിന്നെ കണ്ടിട്ട് പേടിയാവണല്ലോ. ഹമീദ് എന്നെ ശ്രദ്ധിക്കാതെ പറയുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള കയറ്റം തുടങ്ങുന്നിടത്താണ്. ശരിക്കും ആ റോഡിന്റെ സൈഡിൽ തന്നെ. അവിടെ രണ്ട് പിള്ളേര് മരിച്ചു കിടക്കണു. ഞാൻ അവനെ അവിശ്വസനീയമായി തുറിച്ചു നോക്കി. എന്റെ ഉറക്കപ്പിച്ചു പോയി. അതിലൊരു കുട്ടിക്ക് നിന്റെ മുഖമായിരുന്നു. അത് നീ തന്നെയായിരുന്നു. കൂടെ നിന്നവരിൽ ഒരാൾ പറഞ്ഞു, പട്ടിണി കിടന്ന് ചത്തതാന്ന്. മറ്റേ കുട്ടിയുടെ മുഖം ഞാൻ കണ്ടില്ല. നിന്റെ മുഖം കണ്ടതും ഞാൻ പേടിച്ചെഴുന്നേറ്റ് പോയി. അവൻ ഇത്രയും അങ്കലാപ്പിലായതിന് ന്യായമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടപ്പോൾ വരാനിരിക്കുന്ന ഒരു വലിയ വിപത്തിന്റെ സൂചന എനിക്ക് ഉൾക്കിടിലമുണ്ടാക്കി. സാരമില്ലടാ, വെളുപ്പിന് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് അമ്മ പറയാറുണ്ട്. ഇതിപ്പോൾ സന്ധ്യയല്ലേ, സത്യമാവില്ലടാ. ഒരു സമാധാനവുമില്ലാതെ ഞാൻ ഹമീദിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഹമീദ് തുടരുകയാണ്. ഞാൻ പേടിച്ചെഴുന്നേറ്റിരുന്ന് നിന്നെ പരതി. നീ നല്ല ഉറക്കമായിരുന്നു. എന്നാലും സംശയം തീർക്കാൻ നിനക്ക് ജീവനുണ്ടോയെന്ന് നിന്നെ പിടിച്ചു നോക്കി. മലന്നു കിടന്നിരുന്ന നീ ചരിഞ്ഞു കിടന്നു. എനിക്ക് ആശ്വാസമായി. അതൊരു സ്വപ്നം തന്നെയായിരുന്നുവെന്ന്. ഹമീദ് പേടി സ്വപ്നത്തിൽ നിന്നും സാവധാനം തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, ഒന്നും കഴിക്കാതെ എത്ര ദിവസം വരെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്നറിയില്ല. ഹമീദ് എന്നെ നോക്കാതെയാണ് പറഞ്ഞു നിർത്തിയത്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. നമ്മൾ അങ്ങനെ പട്ടിണി കിടന്ന് മരിക്കില്ലടാ. അങ്ങനെ വഴി കിടന്ന് ചാവാൻ മനസ്സില്ല നമുക്ക്. ഹമീദ് വിങ്ങിക്കരഞ്ഞു. എന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന അവന്റെ നെഞ്ചിടിപ്പ് ഞാൻ തിരിച്ചറിഞ്ഞു. തളർന്നു പോകരുതേ എന്ന് ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. തിരുനക്കര മൈതാനത്തിന് ചുറ്റും കോട്ടയം പട്ടണം ആർത്തിരമ്പി. മരണാസന്നനായ പകൽ ഇരുട്ടിനു മുന്നിൽ കുഴഞ്ഞു വീണു തുടങ്ങി. ഇരുട്ട് കനക്കുന്നതിനു മുൻപ് വീടുകളിൽ എത്തിപ്പറ്റാൻ ആളുകൾ വണ്ടികളിലും അല്ലാതെയും പരക്കം പായുന്നതിന്റെ ഇരമ്പലാണ് കേൾക്കുന്നത്. ഇത്തിരി നേരം ഞങ്ങൾ ഒന്നും മിണ്ടാതെ ഇരുന്നു. പിന്നെ ഹമീദ് എന്റെ തോളിൽ ഊന്നി എഴുന്നേറ്റ് നിന്നു. അവന് തല കറങ്ങി. പെട്ടെന്ന് അവൻ രണ്ടടി മുന്നോട്ടും പിന്നോട്ടും വെച്ച് നിലത്തിരുന്നു പോയി. ഞാൻ അവനെ ഒതുക്കി പിടിച്ചു. എന്തു പറ്റിയിടാ? ഒന്ന് കറങ്ങിപ്പോയതാ. ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്നെ സ്വയം പരിശോധിച്ചു. ഇല്ല, കറങ്ങുന്നില്ല. ഞാൻ കൈ നീട്ടി അവനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. വാ, നമുക്കൊന്ന് നടക്കാം. മൈതാനത്തിന് വെളിയിൽ മുനിസിപ്പാലിറ്റിയുടെ പൈപ്പുണ്ട്. വയർ നിറച്ച് വെള്ളം കുടിക്കാം. ഞാൻ ഹമീദിന്റെ തോളത്തോടെ കൈയിട്ട് അവനെ നടത്തിക്കൊണ്ട് പറഞ്ഞു. ഭൂമിയെ വണങ്ങി നിന്ന മുനിസിപ്പാലിറ്റി പൈപ്പ് ഭൂമിയിലേക്ക് ഓരോ തുള്ളി കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. പൈപ്പിന്റെ അഗ്രത്തിലുള്ള ഇരുമ്പ് കവചം മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് വെള്ളം താഴോട്ട് വരിക. ഞങ്ങൾ പരസ്പര സഹായത്തിൽ വയറ് നിറച്ചും ജീവജലം കുടിച്ചിട്ട് നിവർന്നു നിന്നു. നമുക്ക് നമ്മുടെ തറവാട് വരെ ഒന്ന് നടന്നാലോ? ഞാൻ ഹമീദിനോട് ചോദിച്ചു. അതേത് തറവാട്? ഹോട്ടൽ വിന്നേഴ്സ് വെയിറ്റിംഗ് ഷെഡ്. ഞങ്ങൾ ഒപ്പം ചിരിച്ചു. പിന്നെ വെറുതെ നടന്നു. മാമൻ മാപ്പിള ഹാളിലേക്കുള്ള
കയറ്റം തീരുന്നിടത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിന്റെ ഇരുമ്പ് ബോർഡ് ഒരു വശത്തെ കെട്ട് പൊട്ടി വലിയ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്ന കാറ്റിൽ ചെറുതായി ആടുന്നുണ്ടായിരുന്നു. ഹോട്ടൽ ശിവമയം. ഹോട്ടൽ വിന്നേഴ്സിനെതിരെയുള്ള വെയിറ്റിംഗ് ഷെഡിൽ ചെന്നിരുന്ന് ഇത്തിരി വിശ്രമിക്കുന്നതിനിടയിൽ ഹമീദ് പറഞ്ഞു, ഒരു സഹായം ചോദിക്കാൻ പാവം അലിയാരുണ്ട്. അവനെ അവർ പറഞ്ഞു വിട്ട് കാണുമോന്നറിയില്ല. ഹോട്ടൽ വിന്നേഴ്സിലേക്ക് നോക്കിയാണ് ഹമീദ് അത് പറഞ്ഞത്. ഹമീദേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഹമീദ് അവന്റെ കണ്ണുകൾ വിന്നേഴ്സിൽ നിന്നും പറിച്ചെടുത്ത് എന്റെ മുഖത്ത് നട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഹോട്ടലിൽ കയറി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞല്ലേ പൈസ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ പൈസയില്ല. അവരെന്തു ചെയ്യും? ഒന്നുകിൽ നമ്മളെ കൊണ്ട് അവിടെ പണി ചെയ്യിക്കും, അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ആദ്യത്തെ ശിക്ഷ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യും. രണ്ടാമത്തേത് എന്താവുമെന്ന് നമുക്കറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്തു പറയണു? ഹമീദ് ഉദ്വേഗത്തോടെ കുറച്ചു നേരം എന്നെ നോക്കിയിരുന്നു. പിന്നെ അവന്റെ കറുത്ത മുഖത്ത് ഒരു നല്ല പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ നിനക്ക് എവിടുന്ന് കിട്ടി? ചാവും മുമ്പ് മനുഷ്യർക്ക് ദൈവം തരുന്ന ബുദ്ധിയാണെങ്കിലോ? വിന്നേഴ്സിൽ വേണ്ട. പിന്നെ എവിടെ? ഹോട്ടൽ ശിവമയം. അതെവിടെ? അടുത്തെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മാമൻ മാപ്പിള ഹാളിലേക്കുള്ള വഴിയുടെ തുടക്കത്തിൽ ഒരു പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുന്ന ചെറിയ ബോർഡിലേക്ക് ഞാൻ കൈ ചൂണ്ടി. അവനത് കണ്ടു. ഹമീദ് പിന്നെ ആലോചിച്ചില്ല, ആദ്യം എഴുന്നേറ്റു. ഹോട്ടൽ ശിവമയം ഒരു ഇടവഴിയിലാണ്. മെയിൻ റോഡിൽ നിന്നും ഒരു 30 മീറ്റർ ഉള്ളിൽ ഒരു വെയർഹൌസിനെ ഓർമ്മിപ്പിക്കുന്ന പഴയ കെട്ടിടം. ക്യാഷ് കൗണ്ടറിന്റെ വാതിൽ, ഭക്ഷണം കഴിക്കുന്ന ഹാളിന്റെ തുരുമ്പിച്ച 3 ജനാലകൾ, പിന്നെ കിച്ചന്റെ ഒരു ജനാലയും. ഇതെല്ലാം ഇതേ ഇടവഴിയിലേക്കാണ് ദർശനം. ഞങ്ങൾ ചെല്ലുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഒരാൾക്കൂട്ടം. വാക്കുതർക്കം. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് പിടികിട്ടി. മദ്യപിച്ച ഒരു കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അടിയുടെ വക്കത്താണ്. ക്യാഷിലിരിക്കുന്ന താടിയുള്ള മെലിഞ്ഞ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് നിങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങണം എന്ന് നയത്തിൽ പറയുന്നുണ്ട്. ഞാനും ഹമീദും പരസ്പരം നോക്കി നേരെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഹാളിൽ പ്രവേശിച്ചു. പുറകിൽ ഒരിടത്ത് സീറ്റ് പിടിച്ച് നെഞ്ചിടിപ്പോടെ ഇരുന്നു ഒരു സപ്ലയർ. ഒരു 7 അടിയോളം പൊക്കമുള്ള മെല്ലിച്ച ഒരു കറുത്ത മനുഷ്യൻ, മുഷിഞ്ഞ വെള്ള ഷർട്ടും ഇടത്തോട്ട് മടക്കി കുത്തിയ മുണ്ടും വേഷം. അത്ര ഇഷ്ടപ്പെടാതെ എന്തു വേണം എന്നൊരു ചോദ്യവും. എന്തും വരട്ടെ. ഞങ്ങൾ മസാല ദോശയിലും വടയിലും തുടങ്ങി. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയാ. ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഒക്കെ പൊക്കി അകത്താക്കും, നോക്കിക്കോ. കോൺഗ്രസുകാരൻ കുഴഞ്ഞു തുടങ്ങി. അതിനെ ഇത് കേരളാണ്, ഇച്ചിരി പുളിക്കും. പോടാവേ, ചുമ്മാ കള്ളും കുടിച്ചേച്ച് വളവളാന്ന് പറഞ്ഞ് നാറാണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ മുണ്ട് പിന്നെയും കേറ്റിക്കുത്തി. 2 കൂട്ടരുടെയും അണികൾ ഇടതും വലതുമായി തർക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനിടയ്ക്ക് ഞങ്ങൾ വയർ നിറയ്ക്കാൻ മത്സരിച്ചു. സപ്ലയർ അയാളുടെ ചെവിക്കും മുടിക്കുമിടയിലെ വിടവിൽ ഫിറ്റ് ചെയ്തിരുന്ന റൂൾ പെൻസിൽ എടുത്ത് ഞങ്ങൾക്കരികിൽ വന്ന് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറെ പോലെ ബില്ലെഴുതി അലസമായി മേശപ്പുറത്തിട്ടിട്ട് പോയി. നിറഞ്ഞ വയറിന് മുകളിൽ നെഞ്ചൊന്ന് കാളി. ഹമീദ് പെട്ടെന്ന് ബില്ലെടുത്ത് വായിച്ച് കണ്ണു മിഴിച്ച് എനിക്ക് തന്നു. ₹1.75. ഹമീദേ, ഒക്കെ വരുന്നിടത്ത് വെച്ച്. കൗണ്ടറിൽ നല്ല ബഹളമാണ്. നീ പെട്ടെന്ന് കൈ കഴുകി വെളിയിലേക്ക് ഇറങ്ങിക്കോ. ഞാൻ ബില്ലുമായി പുറകെ വരാം. ഹമീദ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വെളിയിൽ കാണും, നീ വന്നിട്ടേ പോകൂ. സമയം കളയണ്ട, വേഗം പൊക്കോ. ഹമീദ് കൈ കഴുകി ആളുകളുടെ തർക്കങ്ങൾക്കിടയിലൂടെ വെളിയിൽ കടന്നപ്പോൾ ബില്ല് പോക്കറ്റിലിട്ട് ഞാൻ എഴുന്നേറ്റു. സപ്ലയർ കിളവന് ഒരു സംശയമുള്ള പോലെയുണ്ട്, പക്ഷേ അയാളെ അപ്പോൾ കണ്ടില്ല. ഇനിയും ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ പോലീസിനെ വിളിക്കും. കൗണ്ടറിനും കസേരയ്ക്കുമിടയിൽ ഇരിക്കപ്പുറതിയില്ലാതെ നിന്നുകൊണ്ട് കാഷ്യർ താടിക്കാരൻ ക്ഷമയേറ്റു പറഞ്ഞു. കുടിയൻ കോൺഗ്രസുകാരൻ മുണ്ട് പിന്നെയും പൊക്കി കുത്തി താടിക്കാരനെ നേരിട്ടു. ഞാൻ ധൃതിയിൽ കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ പറയുകയാണ്, വിളിക്ക്, നീ പോലീസിനെ വിളിക്ക്. പോലീസ് മന്ത്രി കരുണാകരന്റെ പോലീസ് വരട്ടെ. എന്നിട്ട് അടിയന്തരാവസ്ഥയെ തെറി വിളിച്ച ഇവനെ, ഈ കമ്മ്യൂണിസ്റ്റുകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടോണത് എനിക്ക് കാണുകയും വേണം. നെഞ്ചിൽ ഒരു കുടന്ന തീയും
കയ്യിൽ 1.25 രൂപയുടെ ബില്ലുമായി ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നു. ബഹളങ്ങൾക്കിടയിൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഹമീദ് വെളിയിലിറങ്ങി എന്റെ നീക്കങ്ങൾ അറിയാൻ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട്. ഞാൻ പതുക്കെ വെളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടെന്നാണ് തർക്കക്കാരിൽ ആരോ വെച്ചു മറന്ന ഒരു 2 നോട്ട് കൗണ്ടറിന്റെ മേശപ്പുറത്ത് പതിഞ്ഞു കിടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഒപ്പം എന്റെ നെഞ്ചിലെ തീ ഒന്നാളിക്കത്തിയതും. എന്തുകൊണ്ട് വയ്യ? മനസ്സ് എന്നോട് ഉറക്കെ ചോദിച്ചു. താടിക്കാരൻ കാഷ്യർ കുടിയൻ കോൺഗ്രസ്സുകാരനെ മേശയ്ക്ക് മുകളിലൂടെ കമഴ്ന്നു കിടന്ന് പിടിച്ചു മാറ്റുന്ന സമയത്താണ് ഞാൻ എന്റെ 1.25 രൂപയുടെ ബില്ല് അനാഥമായി കിടന്ന 2 രൂപ നോട്ടിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇടത്തെ ചൂണ്ടുവിരൽ കൊണ്ട് താടിക്കാരൻ നിവരുന്നതിനനുസരിച്ച് ഇത്തിരി നടുക്കോട്ട് നീക്കി വെച്ചത്. പേടികൊണ്ട് എനിക്ക് അന്നേരം അപ്പൂപ്പൻ താടിയേക്കാളും ഘനം കുറഞ്ഞിരുന്നു. ആളുകൾ കുടിയനെ തള്ളി ഹോട്ടലിന് വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ താടിക്കാരൻ എന്റെ ബില്ലും ആ 2 രൂപയും എടുത്തിട്ട് ബാക്കി 25 പൈസ മേശപ്പുറത്തേക്കിട്ടു. പൈസ മേശപ്പുറത്ത് വീണ ശബ്ദം പോലും എന്നെ പേടിപ്പിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ അതെടുത്ത് വെളിയിലേക്ക് ഒരു ജീവച്ഛവം കണക്കെ നടക്കാനാവാതെ ഒഴുകി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ വാതിൽക്കൽ കാത്തുനിന്ന ഹമീദിനെ ഒന്ന് തോണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഒരോട്ടമായിരുന്നു. വെപ്രാളത്തിൽ ഇടവഴിയും കഴിഞ്ഞ് മെയിൻ റോഡാണ് ക്രോസ് ചെയ്ത് ഓടുന്നതെന്ന് ഓർത്തില്ല. ഒരു ഓട്ടോക്കാരൻ വല്ലാതെ ബ്രേക്ക് പിടിച്ച് അയാളുടെ കൺട്രോള് പോയി എന്നെ ഉച്ചത്തിൽ തെറി വിളിച്ച് വെട്ടിച്ച് കടന്നുപോയി. ഞാൻ വെയിറ്റിംഗ് ഷെഡ് വരെ ഒറ്റ കുതിപ്പിനെത്തുകയായിരുന്നു. കോൺക്രീറ്റ് ബെഞ്ചിൽ പോയി വീണിരുന്ന് കിതച്ചു. ഇത്തിരി കഴിഞ്ഞാണ് ഹമീദ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അവൻ ഒന്നും മനസ്സിലാവാതെ എൻ്റെ തോളത്ത് പിടിച്ച് കുലുക്കി ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ ഓടിയത്? ആരും നിന്റെ പിറകെ ഇല്ലായിരുന്നു. നീ വെറുതെ പേടിച്ചതാടാ. കിതപ്പും പേടിയും ഒന്നടങ്ങും വരെ മിണ്ടാതിരിക്കാൻ ഞാൻ അവനെ ആംഗ്യം കാണിച്ചു. അവനൊരു മണ്ടനെ പോലെ കാത്തിരുന്നു. ഇത്തിരി കഴിഞ്ഞ് ഇടത് കൈയിൽ ചുരുട്ടി പിടിച്ചിരുന്ന 25 പൈസ തൊട്ട് ഞാൻ അവനെ കാണിച്ചു. ഹമീദിന്റെ കണ്ണുകളും വായയും ആവശ്യത്തിലധികം തുറന്നു. അയ്യോ, ഇതെങ്ങനെ കിട്ടി? ഞാൻ ചെറുതായി അവനെ നോക്കി ചിരിച്ചു. എടാ, നമ്മൾ ജയിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് നമ്മൾ ജയിച്ചത്. സംഭവിച്ചത് എന്താണെന്ന് പറയാം. പക്ഷേ ഇവിടെ അധിക നേരം ഇരിക്കുന്നത് പന്തിയല്ല. കാര്യമുണ്ട്. നമുക്ക് കിഴക്കോട്ട് നടക്കാം. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് കിഴക്കോട്ട് നടന്നു. ആദ്യമായി വിശപ്പില്ലാതെ നിറഞ്ഞ വയറുമായി ഞാനും ഹമീദും കോട്ടയത്തെ തെരുവിലൂടെ നടന്നു. നടന്നത് എന്താണെന്ന് പറയാൻ ഞാൻ അവന്റെ തോളത്ത് കൈയിട്ടു. 2 തെരുവ് പിള്ളേര് തെരുവോരം ഇരുട്ടത്ത് അടക്കം പറഞ്ഞ് കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരുന്നു. അടിയന്തരാവസ്ഥ എന്ന ഞങ്ങൾക്കറിവില്ലാത്ത പ്രഹേളിക ഒരു നേരത്തെ വിശപ്പടക്കാൻ ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു.